എമ്പുരാൻ റിലേറ്റഡ് ആയിട്ടുള്ള സീനുകൾ എന്ന് തീരുന്നുള്ളത് എനിക്ക് അറിയില്ല. എന്നാലും തിയേറ്ററുകളിലൊക്കെ ഒരു മെല്ലപ്പോക്ക് എമ്പുരാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ പോലത്തെ ഒരു ഇടിച്ചു കയറലും തള്ളിക്കയറലും ഒന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ റിയാലിറ്റി. ഇന്നിപ്പോൾ രാവിലെ നോക്കുമ്പോൾ ഗോകുലം ഗോപാലേട്ടൻ്റെ പല ഓഫീസുകളിലും ED റെയ്ഡ് നടന്നിരിക്കുകയാണ്. പെട്ടെന്ന് എല്ലാ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഓരോ മാധ്യമങ്ങളും ഇത് ഇക്വേറ്റ് ചെയ്യുന്നത് എമ്പുരാനിലേക്കാണ്. ബിക്കോസ് എമ്പുരാൻ്റെ അകത്ത് തന്നെ ഒരു സീന് കിടപ്പുണ്ട്. അറിയാലോ ഇപ്പം ഉണ്ടാകുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ. അപ്പോൾ പൊതുവേ ഇവരോട് കളിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ ഈ സെൻട്രൽ ഏജൻസീനെ വെച്ച് കൂട്ടിക്കുന്ന ഒരു പരിപാടി സ്ഥിരം നമ്പർ ആയതുകൊണ്ടും സിനിമയ്ക്കകത്ത് ഇങ്ങനത്തെ സീനുകളും പരാമർശങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടും എമ്പുരാൻ്റെ ലൈക്ക് ഇട്ടിട്ട് പോയ പ്രേക്ഷകനായിട്ട് വന്നത് ഉമ്മട്ടെ ഗോകുലം ഗോപാലേട്ടനായതുകൊണ്ടും മൊത്തത്തിലെല്ലാവരും കൂട്ടി വായിച്ചത് പണി കിട്ടിയടേ ഈടി കയറിയത് ഇതുകൊണ്ടാണ്, എമ്പുരാനാണ് വിഷയം എന്നുള്ളതാണ് പലരുടെയും വിചാരം. ഈവൻ നാഷണൽ മീഡിയാസ് വരെ ബ്രേക്ക് ചെയ്തത്, ഓക്കെ മലയാളം വിട്, നാഷണൽ മീഡിയാസ് വരെ ബ്രേക്ക് ചെയ്തത് എമ്പുരാൻ്റെ തമ്മിലും എമ്പുരാൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കും സാധനങ്ങളും ഇട്ടിട്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ, പറയാൻ പറ്റില്ല നമുക്ക്. ബിക്കോസ് 2017 മുതൽ തന്നെ ഇങ്ങേര് EDൻ്റെ റഡാറിലുണ്ട്, സെൻട്രൽ ഏജൻസികളുടെ റഡാറിലുണ്ട്. 2017 തന്നെ ഒരു റെയ്ഡ് നടന്ന സമയത്ത് ഇദ്ദേഹത്തിൽ നിന്ന് 1100 കോടി രൂപയുടെ തിരിമറി പണം കണ്ടെത്തിയിട്ടുണ്ട്. 1100 കോടി രൂപ കേട്ടോ, അതാണ് അതിൻ്റെ മെയിൻ. അന്ന് 78 ലൊക്കേഷനിലായിട്ട് തമിഴ്നാട്, കർണാടക, കേരള ആൻഡ് പുതുച്ചേരി 400 IT ഒഫീഷ്യൽസാണ് അന്ന് റെയ്ഡ് നടത്തിയത്. അന്ന് ഈ 1100 കോടി രൂപയുടെ കണക്ക് തന്നെയാണ് നമ്മൾ കേട്ടത്. അതിനുശേഷം ഇങ്ങോട്ട് പല സമയങ്ങളിലായിട്ട് ഇദ്ദേഹത്തിൻ്റെ പല സ്ഥാപനങ്ങളിൽ ED റെയ്ഡും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അല്ലാതെ തന്നെ ഇങ്ങനെ ചിട്ടിയാണ് മെയിൻ. അറിയാലോ, ഇങ്ങനെ സ്കൂള്, കോളേജ്, ഹോസ്പിറ്റല്, ഹോട്ടൽസ്, ഒരുപാട് സ്പോർട്സിൽ തന്നെ ഒരുപാട് ടീമും ഫ്രാഞ്ചൈസികളും, അങ്ങനെ കുറേ പരിപാടികൾ ഇങ്ങനെയുണ്ട്. ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെയുണ്ട് എല്ലാ സെക്ടറിനകത്തും. ബട്ട് ചിട്ടിയാണ് ഇവരുടെ മെയിൻ. ചിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നത് പ്രത്യക്ഷത്തിലെ ആളുകൾ ഗോകുലം ഗോപാലിനെ അറിയുന്നത് സിനിമയാണ്, സിനിമ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പരിപാടി. ചിട്ടി ഭയങ്കര സക്സസ്ഫുള്ളാണ്, ഭയങ്കര ഗെയിനാണ്. അങ്ങനെ അപ്പ് ആൻഡ് റണ്ണിങ് ആയിട്ട് നടക്കുന്ന ചിട്ടിയിൽ നിന്ന് വരുന്ന വരുമാനമോ അല്ലെങ്കിൽ അയാൾക്ക് പുറത്ത് കാണിക്കാൻ പറ്റാത്ത, ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഫണ്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ മേ ബി അത് എന്താ ചെയ്യുക, സിനിമ വഴി അങ്ങോട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം. എനിക്ക് അത്ര നിഷ്കളങ്കമായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ തന്നെ നോക്ക്, എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് ലൈക്ക പോയി പിന്മാറി, സിനിമ റിലീസാവില്ല എന്നൊക്കെ ഉള്ളൊരു ഘട്ടത്തിൽ ആൻ്റണി പെരുമ്പാവൂർ പോയി പറഞ്ഞു, മോഹൻലാൽ പറഞ്ഞപ്പോഴത്തേക്കും ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മുടെ ഗോകുലം ഗോപാലൻ എന്നൊക്കെ പറയുമ്പോൾ അതിൽ അത്രത്തോളം ഒരു നിഷ്കളങ്കത എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നില്ല. അതങ്ങനെ ഒരു എന്താ പറയുക, ഏറ്റെടുക്കൽ, ഒരു സിനിമ നന്നാവാനോ അല്ലെങ്കിൽ ഇൻഡസ്ട്രി അതിൽ നിന്നൊക്കെ ഉപരി ചിലർക്ക് ഇങ്ങനെയാണ്. ഇതിന് മുമ്പ് 1-2 വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ എസ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട്, നഷ്ടമാണ് ചിലരുടെ ലാഭം. നഷ്ടം വരണം, അവർക്ക് നഷ്ടം കാണിക്കണം, എന്നാലേ അവർക്ക് ലാഭമുള്ളൂ. മനസ്സിലായോ? അതങ്ങനെയാണ്. അത് ഈ പറഞ്ഞ 1000-ൻ്റെയും 2000-ൻ്റെയും കണക്കല്ല, 2000 കോടി 20,000 കോടീൻ്റെയൊക്കെ കണക്ക് പറയുമ്പോൾ ഉള്ളൊരു സ്കീം അങ്ങനെയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ വളരെ എന്താ പറയുക ഡീപ്പായിട്ട് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ED റെയ്ഡ് ഇങ്ങേർക്ക് എമ്പുരാൻ കാരണം വന്നതല്ല, മേ ബി ഇതൊരു ഫ്ലെയർ ആവാൻ കാരണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സംഗതി ഇങ്ങനെ ചാടിക്കയറി വരാൻ കാരണത്തിന് ഒരു 100-ൽ 1 അംശം എമ്പുരാൻ, അത്രയേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ഇങ്ങനെ ഓൾറെഡി EDയുടെ റഡാറിലാണ്. ഗോകുലം ഗോപാലിൻ്റെ കമ്പനികളും കഴിഞ്ഞ കുറേ കാലങ്ങളായി കേന്ദ്ര ഏജൻസികളുടെ റഡാറിലായിരുന്നു. അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആയാലും ഇൻകം ടാക്സ് ആയാലും ഒക്കെ തന്നെ വലിയ തോതിലുള്ള പരിശോധനകൾ, നിരീക്ഷണം, ചില ഹോംവർക്കുകളൊക്കെ തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തി വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് എന്ന് പറയുന്നു അവർ. അതായത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി 5 കേന്ദ്രങ്ങൾ റെയ്ഡ് നടത്തുന്നു, പരിശോധനകൾ തുടരുകയാണ്. അതിൽ ഗോകുലം ഗോപാലിൻ്റെ ചെന്നൈയിലെ കേന്ദ്ര ഓഫീസുണ്ട്, കോഴിക്കോടുള്ള ഗോകുലം ഗോപാലിൻ്റെ കേരളത്തിലെ കേന്ദ്ര ഓഫീസുണ്ട്. അങ്ങനെ അടക്കം അദ്ദേഹത്തിൻ്റെ വീടുകളിലടക്കം 5 സ്ഥലങ്ങളിൽ 5 പ്രമൈസുകളിൽ പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിരിക്കുന്നത്. ഏതു തരത്തിലുള്ള അന്വേഷണമാണ് ഗോകുലം ഗോപാലിൻ്റെ ചിട്ടി കമ്പനികൾക്കെതിരെ നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്ന് വിദേശ നാണയ വിനിമയ ചട്ടപ്രകാരം ഫെമ വയലേഷൻസ് പ്രകാരമുള്ളതാണ്. അതായത് ഈ
വിദേശത്തുള്ള വ്യക്തികളുമായി നടത്തിയ ട്രാൻസാക്ഷൻസ് അതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഫെമ നിയമപ്രകാരം ഫെമ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം വയലേഷൻസ് ഏതാണ്ട് 1000 കോടിയോളം രൂപയുടെ ചീറ്റിംഗ് വയലേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. NRIs ആൻഡ് അതർ അൺഓതറൈസ്ഡ് ട്രാൻസാക്ഷൻസ് എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് നിയമവിരുദ്ധമായ ഇടപാടുകൾ വഴി മിക്കവാറും കേരളത്തിന് വെളിയിലേക്ക്, അതായത് രാജ്യത്തിന് വെളിയിലേക്ക് ഇവിടെ നിന്ന് പണം കൊണ്ടുപോയി അല്ലെങ്കിൽ അവിടെ സ്വത്തുക്കൾ സമ്പാദിച്ചു എന്ന നിലയിലേക്ക് അന്വേഷണം ഒരുപക്ഷെ വന്നിരിക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ ആദായ നികുതി വകുപ്പ് വിഭാഗം അടക്കമുള്ള ഇക്കാര്യത്തിൽ ചില പരിശോധനകളും അന്വേഷണങ്ങളും നടത്തുന്നുണ്ട്. എന്തായാലും ഫെമ വയലേഷൻസ് 1000 കോടിയുടെ ഫെമ വയലേഷൻസ് എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. 1000 കോടി രൂപയുടെ ഫെമ വയലേഷൻ ഈ 2017 ഉണ്ടായത് സെയിം വിഷയമാണോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ബിക്കോസ് അന്നും ഈ 1100 കോടി രൂപയുടെ ഒരു കണക്ക് തന്നെയാണ്, വെട്ടിപ്പിൻ്റെ കണക്ക് തന്നെയാണ് ആദായ നികുതി വകുപ്പ് അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി കമ്മിങ് ടു ദിസ് എമ്പുരാനാണോ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയാൻ പറ്റില്ല. ഇനി പൃഥ്വിരാജിൻ്റെയും മോഹൻലാലിൻ്റെയും അല്ലെങ്കിൽ ആൻ്റണി പെരുമ്പാവിൻ്റെയും പിന്നാലെ ഒരു വണ്ടി എടുത്ത് വിട്ടാൽ മാത്രമേ നമുക്കത് കൺഫേം ആക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം അത് അങ്ങനെയാണെന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് കുറേ സംഘപരിവാർ ഹാൻഡിലുകളിനെ സ്വന്തം മാസമാവാൻ വേണ്ടിയിട്ട് കണ്ടടാ ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ വീട് വീട്ടിൽ വരുന്ന എന്തോ വലിയ സംഭവം പോലെ അടിച്ചു വിടുന്ന ഒരുപാട് പേജുകളുണ്ട്. ചില പേജുകൾ സംഘികൾക്കെതിരായിട്ട് സംസാരിക്കുന്ന പേജുകൾ കണ്ടോ, ഇതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളോട് എന്തെങ്കിലും കാര്യമായിട്ട് പറയുകയോ അല്ലെങ്കിൽ നിങ്ങളോട് ഒപ്പോസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴത്തേക്ക് സെൻട്രൽ ഏജൻസിനെ വീട്ടിലേക്ക് വിടും അല്ലെങ്കിൽ ഓഫീസിലേക്ക് വിടും. ഇങ്ങനത്തെ ചെറ്റക്കളികൾ നിങ്ങൾ കളിക്കുന്ന അവരും പറയുന്നുണ്ട്. അങ്ങനെ 2 ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊന്നും അറിയാതെ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഗോകുലം ഗോപാലൻ എന്ന് പറഞ്ഞ മലയാള സിനിമയിലെ ദ സോ കോൾഡ് രക്ഷകൻ ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഈ വ്യക്തി, ഓക്കെ, ഈ വ്യക്തിയുടെ ഒരു നിഷ്കളങ്കതയോട് മാത്രമാണോ ഈ സിനിമകൾ എടുക്കുന്നത്? അതും ഇങ്ങനെ എടുക്കുന്ന സിനിമകളും അല്ലെങ്കിൽ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന സാധനങ്ങളും നിങ്ങൾ നോക്ക്, ചില്ലറ പടങ്ങളൊന്നും അല്ല, ഹെവി ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള സിനിമകളാണ്. ഈവൻ പുറത്തുനിന്നുള്ള സിനിമകൾ കേരളത്തിലേക്ക് വരുമ്പോൾ അത്രയും വലിയ സിനിമകളാണ് ഈ വ്യക്തി ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂഷന് കൊണ്ടുവരുന്നത്. അതും പലതും പൊട്ടിപ്പോയിട്ടുണ്ട്, പലതൊന്നും ഒരു ലാഭം കിട്ടിയതായിട്ട് നമുക്കറിയില്ല. മഞ്ഞുമൽ ബോയ്സ് ആണ് ഇങ്ങനെയൊരു ഹെവി ഗെയിൻ അടിച്ചു കൊടുത്തൊരു സാധനമുള്ളത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വെറും ഒരു നിഷ്കളങ്കതയുടെ ഫേസിൽ നിന്നുകൊണ്ട് അയ്യോ പാവം സിനിമ രക്ഷപ്പെട്ടോട്ടെ, പൃഥ്വിരാജ് രക്ഷപ്പെട്ടോട്ടെ, മോഹൻലാൽ രക്ഷപ്പെട്ടോട്ടെ, അല്ലെങ്കിൽ സൗബിൻ രക്ഷപ്പെട്ടോട്ടെ, ആ സ്കീമിൽ ഇരുന്നുകൊണ്ട് ഇങ്ങേര് പടം എടുക്കുന്നതായിട്ട് ഇപ്പോൾ ഇങ്ങേരുടെ ഈ പറഞ്ഞ കേസുകളിലൂടെയോ അല്ലെങ്കിൽ ഇങ്ങേരുടെ ഈ ഒരു കേസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെയൊക്കെ പോകുന്ന സമയത്ത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അത് ഇങ്ങനെയുള്ളൊരു ഏറ്റവും നല്ല ഒരു മലയാള ചിത്രം, അത് ഇന്ത്യ മുഴുവനും വാഴ്ത്തുന്ന, അല്ല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വിദഗ്ധന ചെയ്ത ഒരാൾ, അതേസമയത്ത് നല്ല ആക്ടേഴ്സ്, ഇത്രയും നല്ല പണം ചെലവഴിച്ച 180 crores ചെലവഴിച്ച ഒരു പടം ഇങ്ങനെ ഏതോ ചെറിയ കാരണം കൊണ്ട് നിന്നു പോവുക എന്നത് ഒരു മലയാള സിനിമയ്ക്ക് വല്ലാതെ അതിൻ്റെ പ്രശസ്തിക്ക് ആഘാതം വെക്കും. അതിൻ്റെ പേരിൽ അത് ഒരു സിനിമ പ്രേമി എന്ന രീതിയിൽ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അത് എത്ര വിഷമത്തോടാണെന്ന് തരക്കേടില്ല, അത് ഞാൻ ഏറ്റുകൂടാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഏറ്റെടുത്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കലയെ സംരക്ഷിക്കുക എന്ന ഇതാണ്. മാത്രമല്ല ഇത്രയും വലിയൊരു പടം, അതായത് 180 crores ചെലവഴിച്ച് ഏറ്റവും നല്ല സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഏറ്റവും നല്ല ആക്ടേഴ്സ് അഭിനയിച്ച് ഏറ്റവും നല്ല വിദഗ്ധന്മാരത് സംവിധാനം ചെയ്തിട്ടുള്ള ആ പടം ഒരു കാരണത്തിൽ നിന്ന് പോകാൻ പാടില്ല. കാരണം ഇത് മലയാള പടത്തിൻ്റെ അഭിമാനമാണ്. മുമ്പൊക്കെ ഈ വലിയ പടങ്ങളൊക്കെ വലിയ ഹിന്ദി പടം തെലുങ്ക് പടങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷേ മലയാള പടത്തിൽ ആദ്യത്തെ ഐമാക്സ് പടമാണിത്. ഐമാക്സ് പടം എന്ന് പറഞ്ഞാൽ കേരള ചരിത്രത്തിലെ മലയാളത്തിലെ ആദ്യത്തെ പടമാണ് ഈ ഐമാക്സ് പടം. ആ തരത്തിലുള്ളൊരു പടത്തിന് എന്തെങ്കിലും വിതരണം ചെയ്യാനുള്ള അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് പരമാവധി അതിനെ സഹായിക്കുക എന്നൊരു മനോഭാവത്തോടു കൂടിയാണ് ഞാൻ ചെയ്തത്. നമ്മുടെ ഗോകുലം ഗോപാലേട്ടൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അയ്യോടാ എന്തൊരു പാവം, എത്ര നഷ്ടം വന്നാലും അങ്ങേര് സഹിക്കാൻ റെഡിയാണ്. 180 കോടി ഇങ്ങേര് ബഡ്ജറ്റ് വിളിച്ചു പറഞ്ഞോടെ അത് ഇങ്ങേര് അങ്ങനെയാണ് പറഞ്ഞത്. ഇങ്ങേരോട് പറഞ്ഞത് ഈ 180 crore ആണോ എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങേരുടെ വായന ചാടിപ്പോയി എന്നാണെങ്കിൽ ആ സമയത്തൊക്കെ ഡിസ്കഷനിലായിരുന്നു. എന്താണെങ്കിലും ഇങ്ങേരുടെ ഈ ഒരു വളരെ നിഷ്കളങ്കമായി ഇനിയിപ്പോൾ എത്ര ഇത് വന്നാലും നഷ്ടം വന്നാലും ഞാൻ സഹിക്കാൻ റെഡിയാണ്, എനിക്ക് വിഷയമുള്ളൊരു കേസേ അല്ല, സിനിമ നല്ലൊരു സിനിമയാണ്, അതെന്താണെങ്കിലും പുറം ലോകത്തെത്തിക്കണം, അത് സ്റ്റക്കാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്കേനായിട്ട് ഇങ്ങേരുടെ ഒരു ഡീൽ എന്താണെങ്കിലും കാണും. അത് എത്ര കോടി രൂപയ്ക്കാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് സ്റ്റിൽ ലൈക്കയുടെ പേരും കാര്യങ്ങളൊക്കെ ഇവർ അവിടെ ഇവിടെയൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്, സിനിമ തുടങ്ങുമ്പോഴും കാണിക്കുന്നുണ്ട്.
സോ ലൈക്ക പൊട്ടിപ്പൊളിഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെ കയറി സഹായിച്ചതൊന്നും നമുക്കറിയാൻ പാടില്ല, അങ്ങനെയും ചിലപ്പോൾ സംഭവിക്കാം. റിപ്പോർട്ടർ ചാനലിനെ ബാക്കപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിൽ ഒരു ഹെവി ഇൻവെസ്റ്റ്മെൻറ്റിങ് ആയിരിക്കും ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ കുറേ കാര്യങ്ങളിൽ സെൻട്രൽ ഏജൻസികളുടെ റഡാറിലിരിക്കുന്ന നമ്മുടെ രക്ഷകനായ ഗോകുലം ഗോപാലേട്ടന് എമ്പുരാൻ കാരണം ഒരു സീന് പിടിച്ച് കിട്ടി, അല്ലെങ്കിൽ എമ്പുരാൻ കാരണം വന്നു എന്നുള്ളത് അത്ര നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്കീമല്ല. അതിനിടയിലും 100 കോടി വേൾഡ് വൈഡ് തിയേറ്ററിക്കൽ ഷെയർ കിട്ടിയ ഒരു സിനിമയായി മാറിയിരിക്കുകയാണ് നമ്മളുടെ എമ്പുരാൻ എന്നുള്ള മൂവി. ഇതോട് കൂടിയിട്ട് ഏതെങ്കിലും ഒരു സിനിമ കാണിച്ചു താടാൻ നിങ്ങൾ 100 കോടി പ്ലസ് വേൾഡ് വൈഡ് തിയേറ്ററിക്കൽ ഷെയർ കിട്ടിയ, അല്ലെങ്കിൽ തിയേറ്റർ ഷെയർ കിട്ടിയ ഒരു സിനിമ കാണിച്ച് കാണാമെന്നുള്ള പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ആ ഒരു മുറവിളിക്ക് ഇവിടെ അന്ത്യമിട്ടിരിക്കുകയാണ് എമ്പുരാൻ എന്നുള്ളൊരു സംഗതി കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറയാനുണ്ട്. ഓക്കെ, ഈ കണക്കുകളൊക്കെ എത്രത്തോളം ശരിയാണെന്നുള്ളതൊക്കെ വഴിയെ അറിയണം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇനി മെയിൻ വിഷയത്തിലേക്ക് വരാം. എമ്പുരാൻ അല്ല സീൻ കിടക്കുന്നത് മഞ്ഞുമ്മൽ ബോയ്സിലാണ് എന്നുള്ളതാണ് പല ന്യൂസ് ചാനലുകളിലൂടെയും പോയ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. മഞ്ഞുമ്മൽ ബോയ്സിന് ടോട്ടൽ കിട്ടിയത് 240.5 crore വേൾഡ് വൈഡ് കളക്ഷൻ എന്നാണ് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക. ഹയസ്റ്റ് ഗ്രോയിങ് മലയാളം ഫിലിം എവർ ആൻഡ് ദി ഫസ്റ്റ് ടു ക്രോസ് 200 crores. ഓക്കെ, അപ്പോൾ ഗ്രോസ് കളക്ഷനകത്ത് ഏറ്റവും കൂടുതൽ കിട്ടിയ സിനിമ എമ്പുരാൻ്റെ മുമ്പ് മഞ്ഞുമ്മൽ ബോയ്സ് ആയിരുന്നു നമുക്കറിയാം. മലയാളം റീജിയനിൽ നിന്ന് 129.16 കോടി, തെലുങ്കിൽ നിന്ന് 7.39 കോടി, തമിഴ്നാട് നിന്ന് 50 കോടി, കേരള 70 കോടി. ഇതൊക്കെയാണ് ആ കണക്കിൻ്റെ എന്താ പറയുക ബാക്കി ബ്രേക്ക് ഡൗൺസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച് കുറേ തിയേറ്ററുകൾ നമ്മുടെ ഗോകുലം ഗോപാലൻ ചേട്ടൻ ഈ മഞ്ഞുമ്മൽ ബോയ്സ് ഓടിക്കാൻ വേണ്ടിയിട്ട് വാടകയ്ക്കെടുത്തു എന്നും ആ തിയേറ്റർ ഓണേഴ്സിന് ഫണ്ട് ലിക്വിഡായിട്ട് കൊണ്ടുപോയി കൊടുത്തു എന്നും ഈ സിനിമ അവിടെ ഭയങ്കര സക്സസ്ഫുള്ളാണ് എന്ന് കാണിക്കുന്ന രീതിയിൽ ഈ തിയേറ്ററുകാരെ കൊണ്ട് ഈ സിനിമ അവിടെ ഓടിപ്പിച്ചു എന്നും ഈ തിയേറ്ററിലൊന്നും ആൾ കയറിയിട്ടില്ല ആ സമയങ്ങളിൽ എന്നും ഉള്ളൊരു അന്വേഷണത്തിൽ കണ്ടുപിടിച്ചതായിട്ടൊക്കെ മറുനാടൻ മലയാളി പറയുന്നത്. അതായത് കള്ളപ്പണം വെളുപ്പിക്കുന്ന പരിപാടി തമിഴ്നാട് ബേസ്ഡായിട്ട് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ബേസ്ഡായിട്ട് നടന്നിട്ടുണ്ട്. അത് നടത്തിയത് ഗോകുലം ഗോപാലനാണ് എന്നുള്ളൊരു സംഗതി കൂടി വിളിച്ചു പറയുന്നത് ഞാൻ കണ്ടു. ആത്മവിശ്വാസം കൂടുതലുള്ളവർ എടുക്കുന്നതാണ്. ഒരു സിനിമയ്ക്ക് വേണ്ടി ആ ഭാഗത്തുള്ള തിയേറ്ററുകൾ മുഴുവൻ വാടകയ്ക്ക് എടുക്കും. തിയേറ്ററിന് ന്യായമായ ഒരു വാടക കൊടുക്കും. ആ സിനിമയിൽ കളക്ട് ചെയ്യുന്ന മുഴുവൻ കാശും തിയേറ്റർ ഉടമ വിതരണക്കാരന് കൊടുക്കണം. മഞ്ഞുമേൽ ബോയ്സിന് വിതരണം എടുത്തപ്പോൾ ഗോകുലം ഗോപാലൻ ചെന്നൈയിൽ മാത്രമല്ല പരിസര പ്രദേശത്തുമൊക്കെയുള്ള ധാരാളം തിയേറ്ററുകൾ വാടകയ്ക്ക് എടുത്തെന്നും ആ തിയേറ്ററുകളിലൊക്കെ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊക്കെ എല്ലാ ഷോയും ഹൗസ്ഫുള്ളായിരുന്നു. ഈ കണക്കാണ് പിന്നീട് പുറത്തു വന്നതും മഞ്ഞുമേൽ ബോയ്സ് കോടികൾ പണമുണ്ടാക്കി എന്ന തരത്തിൽ വാർത്ത പുറത്തു വന്നതും. ഇതൊക്കെ ഗോകുലം ഗോപാലിന്റെ കമ്പനി കൊണ്ടുപോയി പണം തിയേറ്റർ ഉടമകൾ കൊടുത്തിട്ട് തിയേറ്റർ ഉടമകൾ ഇതെല്ലാം തിയേറ്ററിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയതേ എന്ന തരത്തിൽ ബാങ്ക് അക്കൗണ്ടിലൂടെ ഗോകുലത്തിന് കൊടുത്തു എന്ന ആരോപണം അന്വേഷിക്കുന്നുണ്ട് ഇ ഡി. ആ ആരോപണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് വാസ്തവത്തിൽ ഇ ഡി റെയ്ഡ് നടത്തിയത്. മഞ്ഞുമേൽ ബോയ്സിന്റെ ലാഭം പെരുപ്പിച്ചു കാട്ടി കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് ആരോപണം. ഗോകുലം ഗോപാലിന്റെ കയ്യിലിരിക്കുന്ന കണക്കിൽപ്പെടാത്ത പണം അവിടെയുള്ള തിയേറ്റർ ഉടമകൾക്ക് കൊടുത്തിട്ട് ആ തിയേറ്റർ ഉടമകൾ ഈ തിയേറ്ററിലെ വിൽപ്പനയാണ് എന്ന തരത്തിൽ ബാങ്കിലൂടെ ഗോകുലം ഗോപാലൻ തിരിച്ചു കൊടുത്തു, അതിനവർക്ക് കമ്മീഷൻ കൊടുത്തു എന്നൊരു ആരോപണമുണ്ട്. ആ അന്വേഷണം തുടരുകയാണ്. ആ അന്വേഷണത്തിന്റെ ഭാഗമായാണ് വാസ്തവത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ റെയ്ഡ് നടത്തി. ഓക്കെ, ഇതാണ് മറുനാടൻ കേട്ടു എന്ന് പറഞ്ഞ ആരോപണം. ആക്ച്വലി മലയാളം ഫിലിം ഇൻഡസ്ട്രിക്കകത്ത് തന്നെ അത്യാവശ്യം സംസാരിക്കുന്ന ഒരു സംഗതിയാണ് ഈ പറഞ്ഞ സ്കീം. ഓക്കെ, സിനിമ ഫീൽഡുമായിട്ടും സിനിമ ഫിലിം ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ സൈഡൊക്കെ ആയിട്ട് അത്യാവശ്യം കണക്ഷൻ ഉള്ളവർക്കൊന്ന് ചോദിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഇങ്ങനത്തെ ഒരു സ്കീം നടക്കുന്നുണ്ട്. ഓക്കെ, ഈ ഇപ്പം അടുത്തുണ്ടായിരുന്നല്ലോ മറ്റേ അഖിൽമാരാരും നമ്മുടെ ധ്യാൻ ശ്രീനിവാസനോടൊക്കെ കള്ളപ്പണം എങ്ങനെ ഒളിപ്പിക്കും, സിനിമ എടുത്തിട്ട് കള്ളപ്പണം എങ്ങനെ ഒളിപ്പിക്കും എന്നുള്ള ചോദ്യം. ഇത് ഇങ്ങനെയൊക്കെയാണ് അത് ചെയ്യുക. ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വരുന്ന ഒരു വേൾഡ് വൈഡ് റിലീസുള്ള ഒരു പാൻ ഇന്ത്യൻ മൂവി, ഒരു മലയാളം മൂവി, അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കരമായിട്ട് ശ്രദ്ധ നേടുന്ന ഒരു മലയാളം മൂവിയുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിൻ്റെ കേസിന് എക്സാമ്പിൾ ഇപ്പോൾ ഈ ഇവർ പറഞ്ഞ പോലെ തന്നെ മേ ബി എമ്പുരാനെ വെച്ച് കളിക്കാൻ പറ്റില്ലേ?
മനസ്സിലായോ? എമ്പുരാൻ ചിലപ്പോൾ ഇപ്പോൾ ഇന്ന് ഞാൻ ന്യൂസ് കണ്ടു കർണാടകയിൽ ഭയങ്കര ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്, കർണാടകത്തിൽ ഭയങ്കരമായിട്ട് തിയേറ്ററിൽ ഓടുന്നുണ്ട്. ഇവിടെ ആര് പോയി നോക്കും? നമ്മളാരെയും പോയി നോക്കുമോ? മഞ്ഞുമൽ ബോയ്സ് ഹിറ്റായി തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞ സമയത്ത് ആ പാട്ട് കാരണം അല്ലെങ്കിൽ കുറേ വീഡിയോസ് നമ്മൾ കണ്ടതല്ലാതെ നമ്മളെ ആരും എവിടെയും തിയേറ്ററിലൊന്നും പോയി നോക്കിയിട്ടില്ല. ഉണ്ടോ? ഇല്ല. അപ്പം ഇനി അന്വേഷണ ഏജൻസികൾ പോയി നോക്കിയിട്ട് അന്നേ ദിവസങ്ങളിൽ തിയേറ്റർ ഫുള്ളായിരുന്നോ, വെറുതെ ഓടിച്ചതാണോ, അത് പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ആളുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഓടിച്ചിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും? പൈസ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത് ടിക്കറ്റിൻ്റെ പൈസ എന്ന് പറഞ്ഞിട്ട് ഈ സ്കീം നടക്കാവുന്നതല്ലേ? നടക്കാൻ പാടില്ലാത്ത കാര്യമൊന്നുമില്ലല്ലോ, സംഭവിക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ ഗോകുലം ഗോപാലനും ബാക്കിയുള്ള ടീമിൻ്റെയും ഒരു വളരെയധികം നിഷ്കളങ്കമായുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നിഷ്കളങ്കതയുടെ ഒരു ഫേസിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് അത്ര ഇല്ലടേ, എനിക്കത് തോന്നുന്നില്ല. എവിടെയോ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നു. ഓക്കെ, അപ്പോൾ ഒരു എമ്പുരാൻ കാരണം മാത്രമാണ് എന്നുള്ളതിൽ എനിക്ക് ഒരിക്കലും സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. എമ്പുരാൻ മേ ബി ഈ സമയത്ത് ഈ സംഗതി ഫ്ലെയർ ആവാൻ മാത്രമുള്ള റീസൺ മാത്രമായിരിക്കാനുള്ള ചാൻസ് ഉള്ളൂ. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ, ആ സിനിമയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരു അന്വേഷണം എന്ന് നടത്തിയിരുന്നതാണ്. ആ അന്വേഷണത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഈ സിനിമ വലിയ ഹിറ്റായിരുന്നു എന്നുള്ളതാണ്. അതായത് തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ ഇതങ്ങ് നിറഞ്ഞോടുന്നു എന്ന രീതിയിലായിരുന്നു അന്ന് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വന്ന് ഗോകുലം ഗോപാലിൻ്റെ കമ്പനി തന്നെയായിരുന്നു അതിൻ്റെ വിതരണം അടക്കമുള്ളവ നടത്തുകയും ചെയ്തിരുന്നത്. പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്ന് ആ ഉദ്യോഗസ്ഥരെയൊക്കെ കാണുന്ന ഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്നത് തങ്ങൾ ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ തങ്ങൾക്ക് ബോധ്യമായ കാര്യം അവിടെ പല തിയേറ്ററുകളിലും ആളില്ല, പക്ഷേ ആളുകൾ കയറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ ആളുകൾ കയറി സിനിമ കണ്ടു എന്നുള്ള പേരിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു ഇടപാട് ഈ സിനിമാ വിതരണത്തിൻ്റെ മറവിൽ നടത്തുന്നുണ്ട് എന്നൊരു സംശയം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്നേ പറയുന്നുണ്ടായിരുന്നു. ആ സംശയത്തിൻ്റെ ചുവട് പിടിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പൂനെയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം ഒരു ഘട്ടത്തിൽ പോയിരുന്നതാണ്. നാം ആ ഉദ്യോഗസ്ഥരെ അന്ന് കാണുകയൊക്കെ തന്നെ ചെയ്തിരുന്നതാണ്. അവർ ആ ഘട്ടത്തിൽ അത്തരത്തിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോയിരുന്നതാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഗോകുലം ഗോപാലിൻ്റെ ചെട്ടിക്കമ്പനിയും അനുബന്ധ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളുടെ റഡാറിലാണ് എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നടത്തുന്ന അന്വേഷണം. ഫെമ വയലേഷൻ അടക്കം 1000 കോടിയുടെ ഇത്തരത്തിലുള്ള കള്ളപ്പണ ഇടപാട് എന്ന നിലയിൽ തന്നെയാണ് ഔദ്യോഗികമായി തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അധികൃതർ ഇപ്പോൾ വിവരങ്ങൾ കൈമാറുന്നതും അറിയിക്കുന്നതും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് റൈറ്റ് ടൈമാണ് അവർക്ക്, മനസ്സിലായത്. അപ്പോൾ ഈ സംഗതി നടന്നത് മഞ്ഞുമൽ ബോയ്സിൻ്റെ ടൈമിൽ ഇത് നടന്നു എന്നുള്ള ആരോപണവും അതിൽ തുടർന്നുള്ള അന്വേഷണം. ഇപ്പോൾ എമ്പുരാൻ സിനിമയ്ക്കും സെയിം പാറ്റേൺ ആണ്, മനസ്സിലായോ? എമ്പുരാൻ കർണാടകയിൽ ഭയങ്കര ആക്സെപ്റ്റൻസി, തമിഴ്നാട് ഭയങ്കര ആക്സെപ്റ്റൻസി, കേരളത്തിനേക്കാൾ ഇന്ത്യയുടെ പുറത്തും കേരളത്തിന് പുറത്തുമുള്ള ആളുകൾ ഇത് കൂടുതൽ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളൊരു പരക്കെ ടോക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇത് റൈറ്റ് ടൈമാണ് ഇടുക്കി, മനസ്സിലായോ? ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു വെളുപ്പിക്കൽ പരിപാടി ഇവിടെ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റ് ടൈമാണ്. അപ്പോൾ അവർക്കത് ഓഡിറ്റ് ചെയ്യാൻ പറ്റും, ഇപ്പോൾ കറക്റ്റായിട്ട് അവർക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെയാണ് നടന്നത്. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി എമ്പുരാൻ്റെ തലയിലാണെന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് ഒരു പരിധി വരെ വേണമെങ്കിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമ എടുത്തതുകൊണ്ട് സംഘപരിവാറിനെ തൊട്ട് കഴിഞ്ഞാൽ അപ്പം ഇടി വരും എന്നുള്ളൊരു ഒരു ക്ലീഷേ സാധനത്തിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോയി ഇക്വേറ്റ് ചെയ്യാൻ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ഓക്കെ, ഇവിടുത്തെ ചാനൽസ് അങ്ങനെ കുറേ തമ്മിലും സാധനമൊക്കെ ഇട്ട് ചെയ്യുന്നതിനോട് ഇപ്പം ഞാനാണെങ്കിലും ഇപ്പോൾ ഈ വീഡിയോൻ്റെ ഒരു തുടക്കത്തിൽ ഇപ്പോൾ ഇടാൻ പോണത് മഞ്ഞുമൽ ബോയ്സ്, ഈ ഒരു ഗോകുലം ഗോപാലിൻ്റെ ED റെയ്ഡ് പ്ലസ് നമ്മുടെ എമ്പുരാൻ്റെ സാധനമാണ്. സ്റ്റിൽ ബാക്കിയുള്ളൊരു നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ്ലി ഇത് എമ്പുരാൻ്റെ തലയിൽ കൊണ്ടുവച്ചിട്ട് അടുത്ത് പൃഥ്വിരാജ മോഹൻലാൽ എന്നുള്ള സ്കീമൊക്കെ കാണുന്ന സമയത്ത് മീഡിയാസ് എന്തോ എവിടെ ഒരു മിസ്ലീഡ് ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് കംപ്ലീറ്റ്ലി അങ്ങനെ എമ്പുരാൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കേണ്ട ഒരു കാര്യം ഉണ്ടാവും. ചിലപ്പോൾ അത് പൃഥ്വിരാജിൻ്റെയോ ലാലേട്ടൻ്റെയോ ഒക്കെ വീട്ടിലേക്ക്, ആൻ്റണി പെരുമാൻ്റെ വീട്ടിലേക്ക് ഇനി ഇവർ ചെന്നാൽ നമുക്കത് ഏകദേശം ഉറപ്പിക്കാം. അല്ലാത്ത പക്ഷം ഇത് കംപ്ലീറ്റ്ലി ഓൺ എന്താ പറയുക, ഈ ഗോകുലം ഗോപാലൻ്റെ ബിസിനസ്സുകൾ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫ്രോഡ് പരിപാടികൾ കണ്ടുപിടിക്കാൻ സെൻട്രൽ ഏജൻസികൾ കുറച്ച് കാലമായിട്ട് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ കണ്ടാൽ മതി.